നോക്കൂ, ഇതൊരു വൈഡർ ഇഷ്യൂ, ഇതൊരു വലിയ ഇഷ്യൂ ആണ് ആക്ച്വലി. ഇപ്പോൾ ഇസ്രായേലിനെ പലപ്പോഴും ഈ ഒരു അറബ് രാജ്യങ്ങളിലെ നേതാക്കളൊക്കെ ഇസ്രായേലിന്റെ ഒരു മാപ്പിന് നോക്കിയാൽ തന്നെ അവർ വിശേഷിപ്പിക്കുന്നത് അറബ് രാജ്യങ്ങളുടെ ചങ്കിലേക്ക് ഇറക്കിയ ഒരു കട്ടാരയാണ് ഇസ്രായേൽ എന്നാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഈ ഒരു സംഘർഷത്തിന് ഒരു വലിയ ബാക്ക്, അതായത് ഇത് വെറും ഒരു ഇസ്രായേൽ ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ഒരു ഞാൻ ഇതിനെ കാണുന്നില്ല. കാരണം ഇറാന്റെ ആണവ വികസനം ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് 2018 ഉണ്ടാക്കി വെച്ച ഒരു വലിയ ഡിപ്ലോമാറ്റിക് വാക്യൂം ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം 2015 JCPOA ജോയിന്റ് കോംപ്രിഹെൻഷൻ പ്ലാൻ ഓഫ് ആക്ഷൻ വലിയ കുഴപ്പമില്ലാതെ പോവായിരുന്നു. അതായത് ഇറാൻ അത് സൈൻ ചെയ്യുന്നു, 6 വേൾഡ് പവേഴ്സുമായിട്ട്, അതായത് US, UK, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ചൈന ഇവരൊക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് തന്നെ പോകാമെന്ന് ഇറാൻ തീരുമാനിക്കുന്നു. അതിൽ സൈൻ ചെയ്തതിനു ശേഷം ഇറാന്റെ മേലുള്ള ഒരുപാട് സാങ്ഷൻസ് US ഒഴിവാക്കി. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ടേംസുമായി ഇറാൻ സഹകരിക്കുന്നു. പക്ഷെ 2018 ട്രംപ് വന്നതിന് ശേഷം, അതായത് അമേരിക്കൻ യൂറോപ്പ് അതായത് അമേരിക്കയുടെ യൂറോപ്യൻ അലൈസ് വെറുപ്പിച്ചുകൊണ്ട് ഈ ഒരു JCPOയിൽ നിന്ന് അമേരിക്ക വിഡ്രോ ചെയ്യാം. അപ്പൊ ട്രംപ് അതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ജസ്റ്റിഫൈഡ് ആയിരിക്കും. അതായത് അതിൽ ചില സൺസെറ്റ് ക്ലോസസ് ഉണ്ടായിരുന്നു. അതായത് ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം തന്നെ ഒരു 10 ആണ്ട് കഴിഞ്ഞാൽ നിലനിൽക്കുന്നില്ല. മാത്രമല്ല ഈ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറാന് അതൊരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാക്കും. ആ കിട്ടുന്ന വരുമാനമൊക്കെ ഇറാൻ ഈ തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും എന്നൊക്കെയായിരുന്നു ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ അന്ന് പറഞ്ഞത്. ട്രംപ് ബാക്ക് ഓഫ് ചെയ്തതിനു ശേഷം എന്താ വെച്ചാൽ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ ഒരു JCPOAക്ക് വേണ്ടിയിട്ട് സഹകരിച്ച ഇറാന്റെ ഹസൻ റുഹാനിയെ പോലുള്ള നേതാക്കളുടെ ക്രെഡിബിലിറ്റി അവിടെ നഷ്ടപ്പെടുന്നു. കാരണം അവരായിരുന്നു ഇതിന് നെഗോഷിയേറ്റ് ചെയ്യാനൊക്കെ മുൻകൈ. അപ്പൊ അവർക്ക് ശേഷം വന്നത് കുറച്ചുകൂടെ ഹാർഡ് ലൈനേഴ്സ് ആയിട്ടുള്ള ഇബ്രാഹിം റൈസിയെ പോലുള്ള ആളുകളാണ്. അവര് വെസ്റ്റുമായി കുറച്ചുകൂടെ ഒരു അഗ്രസീവ് നിലപാടാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് മസൂദ് ഒരു മോഡറേറ്റ് ആണെങ്കിൽ പോലും പ്രത്യേകിച്ച് പുള്ളിക്കാരൻ ഇടപെടൽ നടത്താൻ പറ്റില്ല. കാരണം അവിടെ വലിയ ഒരു എന്താ പറയാ ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞിട്ടുണ്ട്, ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇറാനിൽ ഈ പറഞ്ഞ പോലെ പ്രസിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പലർക്കും സ്വാധീനിക്കാൻ പറ്റില്ല. പക്ഷെ ഹസൻ റുഹാനിക്ക് അതിലൊരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരനെ പോലുള്ള ആളുകളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും. ഇറാൻ കുറച്ചുകൂടെ അഗ്രസീവ് ആവുന്നു. ഇറാൻ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ടേംസ് എല്ലാം മറന്നുകൊണ്ട് ന്യൂക്ലിയർ ഡെവലപ്മെന്റ് വന്ന് എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകുന്നു. മാത്രമല്ല 2020 ഈ കട്സ് ഫോഴ്സിന്റെ കമാൻഡർ ഖാസിം സുലൈമാനി കൊല്ലപ്പെടുന്നു. അമേരിക്കയാണ് അതിന് മുൻകൈ എടുത്തത്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നു കഴിയുമ്പോൾ ഇറാൻ കുറച്ചുകൂടെ അഗ്രസീവ് ആവുന്നു. ഈ യുറാനിയം എൻറിച്ച്മെന്റ് പ്രോഗ്രാം അതിന്റെ ഒരു റെഡ് സോണിലേക്ക് എത്തി നിൽക്കുകയാണ്. അതായത് 60% 90%, 60-90 എത്താൻ അധികം സമയം വേണ്ട, പെട്ടെന്ന് എത്തും. അപ്പം ഇറാൻ ഒരു ബ്രേക്ക് ഔട്ട് കേപ്പബിലിറ്റിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇസ്രായേലിന് പ്രശ്നം ഉണ്ടാവുന്നത്. അല്ലെ ഇസ്രായേലിനെ പോലുള്ള രാജ്യങ്ങൾ പേടിക്കുന്നത്. കാരണം ഇറാൻ ഒരു ന്യൂക്ലിയർ പവറായി മാറിക്കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. കാരണം ഇറാൻ ഓൾറെഡി പ്രോക്സി വാർസ് നടത്തുന്നുണ്ട്, ഈ ഹെസ്ബുള്ള, ഹൗത്തി, ഹമാസ് ഇവരൊക്കെ വെച്ചുകൊണ്ട്. അപ്പോ പ്രോക്സീസിനെ വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു യുദ്ധം ന്യൂക്ലിയർ വാർഫെയറിലേക്ക് പോകാൻ ചാൻസ്, ഒരു ന്യൂക്ലിയർ ടെററിസം ഈ റീജിയനെ ബാധിക്കാൻ സാധ്യത. അപ്പൊ അതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പം ഇത്ര ആക്റ്റീവായിട്ട് ഇറാനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇറാൻ ഈ സമയം കൊണ്ട് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ ലെബനൻ പോലുള്ള രാജ്യങ്ങളിൽ ഹിസ്ബുള്ളയുടെ തീവ്രവാദികൾക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. അവരുടെ കട്സ് ഫോഴ്സ് ആണ് നേരിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. അതായത് ഇസ്രായേലിന്റെ നോർത്തേൺ ബോർഡർ ഒരു എന്താ പറയുക ഹിസ്ബുള്ളന്റെ ഒരു ബേസായി മാറിയിട്ടുണ്ട്. 1.5 ലക്ഷത്തോളം റോക്കറ്റ്സ് ഇസ്രായേലിന് നേരെ വെച്ചിട്ടുണ്ട്. സിറിയ എന്ന് പറയുന്ന രാജ്യം IRGCയുടെ ഒരു എന്താ പറയാ ഒരു ബേസായി മാറിയിട്ടുണ്ട്. അവിടെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഇറാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. മാത്രമല്ല ഹിസ്ബുള്ളക്ക് വേണ്ടിയുള്ള ആയുധങ്ങൾ മൂവ് ചെയ്യാനുള്ള ഒരു ബ്രിഡ്ജാണ് സിറിയ. അപ്പം ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു വലിയ എന്താ പറയുക ആന്റി ഇസ്രായേൽ മൂവ്മെന്റ് ഇറാൻ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇറാഖിലെ ഷിയ മിലിറ്റൻസിന് ഭയങ്കരമായി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. യമനിലെ ഹൗത്തികൾക്ക് ഭയങ്കര മിസൈൽ സപ്പോർട്ട്, ടെക്നോളജി സപ്പോർട്ട് ഇങ്ങനെയൊക്കെ ഇറാൻ നൽകുന്നുണ്ട്. മാത്രമല്ല ഗാസയിലെ ഹമാസിന്, ഈ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇവരൊക്കെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇസ്രായേലിന്റെ പൊസിഷൻ ഈ ഒരു യുദ്ധത്തിൽ വളരെ ജസ്റ്റിഫൈഡ് ആണ്. കാരണം ഈ ഒരു യുദ്ധത്തിൽ